പ്രൈസ് ലോർഡ്. തിയോടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വിഷയവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ബന്ധക്കോസ്ത് സമൂഹത്തിൽ തന്നെ അന്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇന്ന് നമ്മൾ നിവാരണം ചെയ്യുന്നത്. പ്രൈസ് ലോർഡ് ദേവദാസ. പ്രൈസ് ലോർഡ്. ഒരു ബന്ധക്കോസ്ത് സമൂഹത്തിൽ അന്യഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം. അന്യഭാഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയം കൂടി നമ്മൾ അതിനു മുമ്പൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഈ അന്യഭാഷ എന്നുള്ളത് വരുന്നത് ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊരു വരമായിട്ടാണ് നമ്മൾ അന്യഭാഷയെ കാണുന്നത് പ്രധാനമായിട്ടും. അപ്പം എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അന്യഭാഷയിലേക്ക് പോകാം. ഈ പറഞ്ഞതുപോലെ തന്നെ അന്യഭാഷയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ, തെറ്റായ പിന്നെ കൺസെപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളുണ്ട്. ഒരു വിവാദം പിടിച്ച കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എങ്കിലും നമുക്ക് ബൈബിൾ ബേസ്ഡ് ആയിട്ട് ഒരു ഡിനോമിനേഷനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കണ്ട. നമുക്ക് ബൈബിൾ ബേസ്ഡ് ആയിട്ട് സംസാരിക്കാം. വചനത്തിൽ എന്താണ് ഈ അന്യഭാഷയെക്കുറിച്ച് കാണുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ വരമാണല്ലോ അന്യഭാഷ എന്നുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ വരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലത് നാച്ചുറൽ ആണ്, ചിലത് സൂപ്പർ നാച്ചുറൽ ആണ്. ഈ നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേന് സഹായത്തിനുള്ള വരം നമുക്ക് തോന്നും അത് നാച്ചുറൽ ആണെന്നുള്ളത്. പക്ഷേ അത് പ്രകൃതിദത്തമാണെങ്കിലും അതിന് പുറകിലും ദൈവാത്മാവിന്റെ കരമുണ്ട്, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ സ്പർശനമുണ്ട്, ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ, ചിലത് പ്രകൃത്യാതീതമാണ്. അങ്ങനെ പ്രകൃത്യാതീതമായ വരങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഈ അന്യഭാഷ എന്നുള്ളത്. അപ്പം എന്തിനാണ് ഈ വരങ്ങൾ നൽകിയിരിക്കുന്നത്? ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ആത്മീക വർധന വേണ്ടിയാണ്. അത് മാത്രമല്ല, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മുഖാന്തരം മറ്റുള്ളവരുടെ ആത്മീയവർദ്ധന ഉണ്ടാവും, സഭയുടെ പൊതുപ്രചരണത്തിന് ഉപയോഗിക്കുക. അപ്പൊ അതാണ് ഈ ആത്മീക വരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലൊന്നാണ് ഈ അന്യഭാഷ എന്ന വരം. അപ്പൊ അന്യഭാഷ എന്ന വരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊരു പ്രകൃത്യാതീതമാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. നമ്മുടെ ബന്ധക്കോസ്ത് സമൂഹം ഇത്രത്തോളം ഈ അന്യഭാഷ എന്ന് പറയുന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. പെന്തക്കോസ്ത് സമൂഹം നമുക്കറിയാലോ, ഈ മോഡേൺ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് 100 വർഷങ്ങൾക്കപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഈ അന്യഭാഷയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത്. അപ്പൊ ബൈബിളില് ആദിമ നൂറ്റാണ്ടിലെ സഭകളിലെ അന്യഭാഷ എന്ന വരം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൊരിന്ത്യർ സഭയിലെ പൗലൂസ് അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ അന്യഭാഷയ്ക്ക് ഒരു ഇത്രത്തെ അധികം പ്രാധാന്യം ലഭിച്ചത് മോഡേൺ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നതിന് ശേഷമാണ്. ഇപ്പൊ നല്ലൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് സമൂഹം ഇത്രയധികം ഈ പ്രാധാന്യം കൊടുക്കുന്നത്? അതിനൊരു പ്രധാന കാരണം, അന്യഭാഷ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ബൈബിളിൽ. യൂണിവേഴ്സൽ ഗിഫ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, പൗലൂസ് പറയുന്നത് എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മറ്റു വരങ്ങളെക്കുറിച്ച് അത്രയധികം ഈ ഒരു യൂണിവേഴ്സാലിറ്റി കൊടുത്തിട്ട് പൗലൂസ് സംസാരിക്കുന്നില്ല. പക്ഷെ അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നുണ്ട്, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും. അപ്പൊ എല്ലാവരും എന്ന വാക്ക് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ആണ് മറ്റു വരങ്ങളെക്കാൾ. അപ്പൊ എല്ലാവരും രോഗികളെ സൗഖ്യമാക്കണമെന്നും എല്ലാവരും എന്താ പറയുന്നത് വ്യാഖ്യാനിക്കണമെന്നും എല്ലാവരും ഭൂതശാന്തി ശുശ്രൂഷ നടത്തണമെന്നും ഒന്നും പൗലൂസ് പറയുന്നില്ല. എന്നാൽ അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും, അന്യഭാഷയും പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടാണ് പറയുന്നത്. അപ്പം ആ യൂണിവേഴ്സൽ എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പെന്തക്കോസ്ത് സമൂഹം ഈ അന്യഭാഷയ്ക്ക് മറ്റു വരങ്ങളെക്കാൾ ഒരു പടി മുൻതൂക്കം കൊടുക്കുന്നത്. രണ്ടാമത് ഒരു പ്രത്യേകത, അന്യഭാഷ എന്ന വരത്തിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് മറ്റു വരങ്ങളെ അപേക്ഷിച്ച്. ഒന്ന്, ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സ്വയമായിട്ട് ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷ വ്യാഖ്യാനിച്ചാൽ അത് മറ്റുള്ളവർക്ക് പ്രവചനം പോലെ മറ്റുള്ളവർക്ക് പ്രയോജനം. അപ്പം സ്വയമായ ആത്മീയ വർധനവിനും മറ്റുള്ളവരുടെ ആത്മീയ വർധനവിനും സഹായിക്കുന്ന ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ടും ഈ പെന്തക്കോസ്ത് സമൂഹം അന്യഭാഷയ്ക്ക് അധിക പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളമായിട്ട് അന്യഭാഷയെ കാണുന്നുണ്ട്. അതിന്റെ തെറ്റിശരിയിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് സമൂഹം പ്രാധാന്യം കൊടുക്കുന്ന ഒരു
ഒരു ഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതോട് പറയുന്നേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ പലയിടങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പെന്തക്കോസ്ത് സമൂഹം അല്ലെങ്കിൽ പറയുന്ന പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷവും ഏകവുമായ അടയാളമാണ് അന്യഭാഷ എന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അതിന്റെ തെറ്റിശരിയിലേക്ക് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നില്ല. അന്യഭാഷ എന്ന അല്ലെങ്കിൽ ആ വരത്തെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾക്കാണ് കൂടുതൽ നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഈ അന്യഭാഷ വരം ലഭിക്കുമോ? അതിനെന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടോ? അപ്പം എല്ലാവർക്കും അന്യഭാഷ എന്ന വരം ലഭിക്കുമോ എന്നാണ് ചോദ്യം, അല്ലെ? അതും പൗലൂസിന്റെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമോ എന്ന് പൗലൂസിനോട് ചോദിക്കുമ്പോൾ പൗലൂസ് പറയുന്നത് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നാണ്. അപ്പോൾ ഡിസയർ, എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എല്ലാവരും അന്യഭാഷ എന്ന വരത്തിനു വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് പൗലൂസ് പറയുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റി, യഥാർത്ഥത്തില് പ്രാക്ടിക്കലി പ്രായോഗികമായി നോക്കിയാൽ പൗലൂസ് പറയുന്നുണ്ട് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ എന്നുള്ളതാണ് നമ്മൾ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ പൗലൂസ് പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രായോഗികതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല എന്നാ പറയുന്നത്. അപ്പം ഇത് രണ്ടിന്റെയും ഇടയിൽ, എന്നാൽ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിനും എല്ലാവരും എന്നാൽ വാസ്തവത്തിൽ അന്യഭാഷകൾ സംസാരിക്കുന്നില്ല എന്ന റിയാലിറ്റിയിലുമാണ് ഈ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സഭയോട് നമുക്ക് സംസാരിക്കുമ്പോൾ എല്ലാവരെയും അന്യഭാഷകൾ സംസാരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രേരിപ്പിക്കാം. എന്നാൽ നമ്മുടെ സമൂഹത്തില് സഭയിൽ ഒരാൾ അന്യഭാഷ സംസാരിക്കുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ ആത്മീയതയെ ചോദ്യം ചെയ്യാൻ നമ്മൾ അളവ് പോലല്ല. അപ്പം ഇല്ലാത്തൊരാളെ നമുക്ക് എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യാം. അതൊരു കരസ്മാറ്റിക് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവരും എൻകറേജ് ചെയ്യാം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് സമൂഹത്തിന് മറ്റ് ക്രിസ്തീയ സമൂഹങ്ങൾ കൊടുക്കാൻ പറ്റുന്നൊരു പ്രധാന കാര്യം. അവരെ എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യാം. പക്ഷെ അത് സംസാരിക്കാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കുറവുണ്ട്, എന്തെങ്കിലും ആത്മീയതയിൽ പോരായ്മയുണ്ട് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. ആത്മീയത അല്ലെങ്കിൽ അന്യഭാഷയെ ആത്മീയതയുടെ ഒരു അളവുകോലായിട്ട് എടുക്കാനും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും എന്നാൽ പ്രായോഗികമായി എല്ലാവരും സംസാരിക്കുന്നില്ല എന്നും ഉള്ള ഈ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ബാലൻസ് കണ്ടെത്തുന്നത്. പലപ്പോഴും നമ്മുടെ വിശുദ്ധിയും അന്യഭാഷയും അങ്ങനെയുള്ള വരങ്ങളുടെ ഒരു പെർഫോമൻസിൽ വിശുദ്ധിയെ അളക്കുന്ന ഒരു കൂട്ടം നമ്മൾ കണ്ടുവരുന്നു. അതെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അന്യഭാഷ സംസാരിക്കുന്നവർക്ക് എന്തോ ആത്മീക പക്വത കൂടുതലാണെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനല്ല. അന്യഭാഷ എന്ന് മാത്രമല്ല, ഒരു ആത്മീക വരങ്ങളും നമ്മുടെ ആത്മീയതയുടെ ലക്ഷണമല്ല. കാരണം എന്താണ്? എല്ലാ വരങ്ങളും വരങ്ങളാണ്. വരങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത എന്താ? ഗിഫ്റ്റാണ്. അപ്പൊ ഞാൻ ലിതുബ്രദറിന് ഒരു ഗിഫ്റ്റ് തരുന്നത് ഗിഫ്റ്റ് ആണെങ്കിൽ, റിവാർഡല്ല, ഗിഫ്റ്റ് ആണെങ്കിൽ ലിതുബ്രദറിന്റെ ഒരു ക്വാളിറ്റിയും കണ്ടിട്ടല്ല ഞാൻ തരുന്നത്. അപ്പം ആത്മീകതയുടെയോ ആത്മീക പക്വതയുടെയോ അടയാളമല്ല അന്യഭാഷയും മറ്റ് ഒരു വരങ്ങളും. ആത്മീകതയുടെ അടയാളം, ആത്മീക പക്വതയുടെ അടയാളം വാസ്തവത്തിൽ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റാണ്, ഞാൻ ഫലമാണ്. അപ്പൊ അത് നമ്മുടെ ഇപ്പൊ നമുക്ക് ഇതിനെ ചിന്തിക്കാനായിട്ട് കഴിയില്ല, പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാം. പക്ഷെ അത് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അന്യഭാഷ ഒരിക്കലും ഒരാള് ഞാൻ ആത്മീകനാണെന്ന് കാണിക്കാൻ, അപ്പം അന്യഭാഷ പറയുന്ന ഒരാൾ കൂടുതൽ ആത്മീകനും അന്യഭാഷ പറയാത്ത ഒരാൾ കുറച്ച് ആത്മീകനും, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ബൈബിളിൽ ഇല്ല. എന്നാൽ എല്ലാവരും സംസാരിക്കണമെന്നുള്ള ആഗ്രഹം പൗലോസ് പ്രകടിപ്പിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആസ് എ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ, പ്രീച്ചർ, ടീച്ചർ, ബിലീവർ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നില്ല, എനിക്കും ആഗ്രഹിക്കാൻ ഇഷ്ടം എല്ലാവരും അന്യഭാഷ സംസാരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, അതിനുവേണ്ടി ആഗ്രഹിച്ചെന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ അന്യഭാഷയിൽ ഇതുവരെ സംസാരിക്കാത്തവരുള്ള നമ്മുടെ ആഹ്വാനം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾക്കത് ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ആത്മീയതയിൽ ഒരു കുറവില്ല, നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ ആഗ്രഹിക്കൂ എന്നൊരു ആഹ്വാനം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പം നമുക്ക് ഈ അന്യഭാഷ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ എന്താണ് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്? കറക്റ്റ്, അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ചിലർ പറയാറുണ്ട് ഈ അന്യഭാഷ എന്നുള്ളത്, ഈ അന്യഭാഷയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് പ്രധാനമായിട്ട് ചിലരിങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നൊരു അന്യഭാഷ കൊരിന്ത്യ ലേഖനത്തിൽ അല്ലെങ്കിൽ സഭയിൽ കാണുന്ന അന്യഭാഷ, വിവിധ ഭാഷകൾ സംസാരിക്കുക, അതെ അല്ലെങ്കിൽ അതെ എന്ന് പറഞ്ഞാൽ അന്യഭാഷ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന്റെ അടയാളം,
ഒന്ന് അന്യഭാഷ, അത് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന്. കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോഴത്തേന് അന്യഭാഷ ഒരു എന്താ പറയുക അടയാളം, അടയാളമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വരമായിട്ട് മാറുന്നു. അപ്പം അപ്പോസ്തല പ്രവൃത്തിയിൽ അന്യഭാഷ അല്ല, കൊരിന്ത്യ ലേഖനത്തിൽ അന്യഭാഷ എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെ ഇതിനെ തരംതിരിക്കാനായിട്ട് പറ്റില്ല, കാരണം അങ്ങനെ ഒരു ബിബ്ലിക്കൽ ബേസിസ് നമുക്ക് ഇതിനില്ല. എന്നാൽ രണ്ട് വാക്കുകൾ നമുക്ക് പ്രധാനമായിട്ട് കാണാം. ഗ്രീക്ക് ഭാഷയിൽ ഈ പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ, കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ അന്യഭാഷ സംസാരിച്ചു. കൂടി വന്നിരുന്നവരെല്ലാം മനസ്സിലായി. അതെന്തുകൊണ്ടാണ്? അവർ സംസാരിച്ച ഭാഷ അന്ന് ഭൂമിയിൽ നിലനിന്നിരുന്ന ഏതോ ഒരു ഭാഷയായിരുന്നു. അതിനെ ജനോലാലിയ എന്നാ പറയുന്നത്. ജനോലാലിയ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾക്ക് ഈ ഭാഷ അറിയില്ല, ഈ ഭാഷ പഠിച്ചിട്ടില്ല. എന്നാൽ ഭൂമിയിൽ നിലവിലുള്ള ഒരു ഭാഷ, പഠിക്കാത്തൊരു ഭാഷ ആത്മപ്രേരിതമായി പറയുന്നു. അതാണ് ജനോലാലിയ, മറ്റുള്ളവർക്ക് മനസ്സിലാവും. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേന് പൗലോസ് പറയുന്നത് ഈ ഭാഷ ആർക്കും മനസ്സിലാകുന്നില്ല, ഇവൻ സംസാരിക്കുന്ന ആൾക്ക് പോലും തിരിച്ചറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോ അത് വേറൊരു ഭാഷയാണ്, അതിനെ ഗ്ലോസലാലിയ എന്നാ പറയുന്നത്, ജിബ്രിഷ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണെന്ന് ആ കേൾക്കുന്നവരും മനസ്സിലാകുന്നില്ല, പറയുന്ന ആൾക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് അന്യഭാഷ എന്നുള്ളത് ഒരു പക്ഷേ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷ ആയിരിക്കാം, നിർബന്ധമില്ല. ചിലപ്പോൾ അത് ഈ ഭൂമിയിൽ എങ്ങും കാണാത്ത ഒരു ഭാഷ, ഒരു ജിബറിഷ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ധ്വനി, വാക്കുകളുടെ അല്ലെങ്കിൽ കുറെ വാക്കുകൾ, കുറെ ശബ്ദം മാത്രവുമായിരിക്കാം. അത് ഒരു വിഷയമില്ല. കാരണം എന്താ? അത് സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും എല്ലായ്പ്പോഴും അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഇതിന്റെ പ്രയോജനം എന്നാണ്. ഇതിന്റെ പ്രയോജനം ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളിതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനകത്ത് ഈ ആത്മീയത കയറ്റുന്നതുകൊണ്ട്, ആത്മീയത ഇങ്ങനെ ചാലിച്ച് പറയുന്നതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ സത്യത്തിലുള്ള ഇതിന്റെ ബെനിഫിറ്റിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറില്ല. ഒന്നാമത് നമ്മൾ പറയുന്നത്, നമ്മൾ പൗലോസ് പറയുന്നത് അന്യഭാഷ പറയുമ്പോൾ ഒരാളുടെ ബുദ്ധി എന്ത് ചെയ്യുന്നു? അബലമായിരിക്കുന്നു. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ ചിന്തകൾ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അന്യഭാഷ പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ്? സറണ്ടർ ചെയ്യാം. അപ്പൊ എനിക്കറിയില്ല ഞാൻ എന്താ ചോദിക്കുന്നത്, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്താണോ എൻ്റെ ആത്മാവിന് ചോദിക്കേണ്ടത് അത് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. അപ്പൊ എന്താണ് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ആത്മീയ വർധനവിന് എന്താണോ ആവശ്യം അതാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ ഒരു കംപ്ലീറ്റ് സറണ്ടർ ആണ് അന്യഭാഷയിൽ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ മുഴുവനായി സമർപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ് അന്യഭാഷ. രണ്ട്, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഇതിനകത്തൊരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ട്, ഒരു വൈകാരികമായ ആസ്പെക്ട് ഉണ്ട്. കാരണം അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആഹ്ലാദം, ഒരു സന്തോഷം, ഒരു സമാധാനം, അത് വാസ്തവത്തിലുണ്ട്. അപ്പൊ അതിനൊരു വൈകാരിക ആസ്പെക്ട് ഉണ്ട്, അല്ലേ? അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെ? കാരണം നമ്മൾ കുറെ നേരം അന്യഭാഷയെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അന്യഭാഷയെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു ആത്മസന്തോഷം, അതൊരു സ്പിരിച്വൽ ബെനിഫിറ്റാ. അത് ആത്മീയ അതിനോട് ഭാഗമാണ്. പല സമയങ്ങളിലും നമ്മൾ ഇത് വേറെ കാര്യം മനസ്സിലായി, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്, ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്, ഇപ്പൊ നമുക്ക് അമിതമായ സന്തോഷം ഉണ്ടാകുമ്പോൾ, അമിതമായ ആഹ്ലാദം ഉണ്ടാകുമ്പോൾ നമ്മുടെ വാക്കുകളൊന്നും പുറത്തു വരില്ല. മറിച്ച് ഇമോഷൻസ് ചിലപ്പോൾ നമ്മള് ഇപ്പൊ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഒരാള് ഇപ്പൊ സച്ചിന്റെ ഒക്കെ കാലഘട്ടത്തിൽ സച്ചിൻ ഒരു 6 അടിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓ എന്നൊക്കെ ഉള്ള ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ആ അന്നേരം ഉണ്ടാകുന്ന ആഹ്ലാദത്തിന് അല്ല. നമ്മൾ കാണാതിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിനെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ട് കുറെ നാളായി, അവരെ തിരിച്ചു കാണുന്ന ആ ഒരു മുഹൂർത്തത്തില് പെട്ടെന്ന് നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇമോഷൻസ് മാത്രമേ വരുള്ളൂ, ചില വാക്കുകൾ മാത്രമേ ഉച്ചരിക്കുള്ളൂ. ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞതുപോലെ ആത്മപ്രേരിതമായി നമ്മുടെ ഇമോഷൻസ് അകത്ത് വൈകാരികമായ ആ തള്ളിച്ചയിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാം. അതിനെയും അന്യഭാഷയുടെ ഭാഗമായി കാണുന്നതിൽ തെറ്റില്ല. കാരണം ആ ഇമോഷൻസ്, എന്റെ വൈകാരികത ദൈവം മാത്രമേ മനസ്സിലാകുന്നു, ഈവൻ എനിക്ക് പോലും എനിക്കറിയില്ല.
അതിന് അർത്ഥം പോലും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ എപ്പോഴും അന്യഭാഷ അങ്ങനെയല്ല. അത് നേരത്തെ പറഞ്ഞു, ജനോലാലിയ എന്നൊരു വാക്കുകളുണ്ട്. എന്താണ്? നിലനിൽക്കുന്ന ഒരു ഭാഷയാകാം. അപ്പൊ ഇത് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്ന എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഏത് സന്ദർഭത്തിൽ ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഭാഷയാണ്. അപ്പൊ ഇതൊക്കെയാണ് ആത്മീയവർദ്ധനവും. ഒന്ന്, പരിശുദ്ധാത്മാവിന് ഞാൻ സറണ്ടർ ആകുന്നു, അതാണ് എൻ്റെ ആത്മീയവർദ്ധനം. ഞാൻ അന്യഭാഷ പറഞ്ഞ് നമ്മളിത് മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യം. കാരണം അതും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അന്യഭാഷ പറയുന്നത് ആത്മീയവർദ്ധനാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്തുണ്ടാകണം? ആത്മീയവർദ്ധനം ഉണ്ടാകണം. അപ്പം ചിലർ വെറുതെ അന്യഭാഷ പറയുന്നവരുണ്ട്. ഇത് അന്യഭാഷ എന്ന് പറഞ്ഞൊരു ടൂളാണ്. നമുക്ക് ഒരു ആത്മീയവർദ്ധനം ഇല്ലാതെ ഒരു മീഡിയമാണ്. ആത്മീയവർദ്ധനമാണ് അതിന്റെ റിസൾട്ട്. അപ്പൊ ആത്മീയവർദ്ധനം ഇല്ലാതെ വെറുതെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. അന്യഭാഷ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഓർക്കണം, എനിക്ക് ആത്മീയവർദ്ധനം വന്നേ പറ്റൂ. അതാ പറഞ്ഞ എന്റെ ബുദ്ധി എന്ത് ചെയ്യാണ്? ഞാൻ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കും. എന്റെ ഇഷ്ടങ്ങളാണ് വേണ്ട, എന്റെ വാക്കുകൾ പോലും വേണ്ട, ഞാൻ എന്നെ പരിശുദ്ധാത്മാവ് അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ ഇതാണ് അന്യഭാഷയുടെ ആത്മീയവർദ്ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അന്യഭാഷ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു തവണ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായി, നമ്മൾ ഒരു വാക്കോ ഉച്ചരിക്ക് ശേഷം അത് വർദ്ധിപ്പിക്കാൻ പിന്നെയും ഒരു എക്സ്ട്രാ നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും. അന്യഭാഷ എന്നുള്ളത്, അതായത് നേരത്തെ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്നത് പോലെ. അപ്പൊ ഈ അന്യഭാഷ, ആ ഭാഷ മാറി വരാം. ആ ഭാഷ ഓരോ സമയത്തും പരിശുദ്ധാത്മ കേന്ദ്രീകൃതമാണ്. ചില സമയത്ത് നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഏതെങ്കിലും അന്യഭാഷ പറയുകയും പിന്നീട് അത് നമ്മൾ പറഞ്ഞു ശീലിച്ച് അതിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യാറുണ്ട്. ആ വാക്കുകൾ മാത്രം. അത് പാടില്ല. അന്യഭാഷ എങ്ങനെയാണോ നമുക്ക് ലഭിച്ചത്, കാരണം നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ലഭിച്ചതാ. അന്യഭാഷ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആഗ്രഹിക്കുക കൂടുതൽ. അപ്പം ആ ഭാഷയുടെ വിവിധ തലങ്ങളിലേക്ക്, അത് ഭൂമി നിലനിൽക്കുന്നതാണോ അല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് രണ്ടിനും സാധ്യത ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മളത് ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. നമ്മൾ ഈ ആത്മീയ മർമ്മങ്ങളാണല്ലോ സംസാരിക്കപ്പെടുന്നത്. അപ്പൊ അത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ടെന്നും അതൊരു പ്രവചനത്തിന് തുല്യമാണെന്നും ദൈവവചനം ഓർമ്മിപ്പിക്കും. അതാണ് നമ്മൾ നമ്മുടെ സ്വയം ആത്മീയവർദ്ധനയ്ക്കും മറ്റുള്ളവരുടെ ആത്മീയവർദ്ധനയ്ക്കും ഇത് പ്രയോജനപ്പെടുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യാഖ്യാനി ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതൊരു പ്രവചന ശബ്ദം പോലെ ആയി മാറും. അത് ആ കേൾക്കുന്ന വ്യാഖ്യാനിക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ നിർബന്ധമില്ല, പക്ഷെ പരിശുദ്ധാത്മ പ്രേരിതനായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക്, സഭയ്ക്ക് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പം 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, വ്യാഖ്യാനം ഇല്ല എങ്കിൽ സഭയിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ, തന്നോട് തന്നെ സംസാരിക്കട്ടെ. അപ്പം സഭയിൽ വരുമ്പോൾ നമ്മൾ ഇത് സംസാരിക്കണോ, അല്ലെങ്കിൽ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ മാത്രമാണോ നമ്മൾ സംസാരിക്കേണ്ടത്, അതോ വ്യക്തിപരമായി നമ്മൾ വീട്ടിലിരുന്ന് മാത്രം അന്യഭാഷ പറഞ്ഞ് നമ്മുടെ ആത്മീയവർദ്ധനം വരുത്തുകയാണോ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അന്യഭാഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വിവാദപരമായ, ഏറ്റവും സംശയം ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇവൻ പെന്തക്കോസ്ത് സമൂഹത്തിലും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലും ഇതിന് രണ്ട് ചേരിയിൽ നിന്നാണ് നാം സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഈ സെസേഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വരങ്ങളൊക്കെ നിലച്ചുപോയി എന്ന് പഠിപ്പിക്കുന്നവര് ഇതിനെ പൊതുവെ തള്ളിക്കളയാണ്. രഹസ്യമായിട്ടും പറയണ്ട, പരസ്യമായിട്ടും പറയണ്ട. പിന്നെ ചിലരുടെ ഒരു അഭിപ്രായത്തില് രഹസ്യത്തിൽ പറഞ്ഞാൽ മതി, പൊതു ഇടങ്ങളിൽ ഇത് പറയണ്ട. അതിനുള്ള ബേസ് കൊണ്ടുവരുന്ന ഇതാണ്, വ്യാഖ്യാനം ഇല്ലെങ്കിൽ പറയണ്ട. ഇതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയുടെ തന്നെ ഏറ്റവും വലിയ വിഷയം ഇതാ. ഇതിലാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സഭകളിൽ ഇതിനെ അന്യഭാഷയിൽ വിശ്വസിക്കുന്നവർ പോലും എന്ത് ചെയ്യുക, പൊതു ഇടങ്ങളിൽ പറയേണ്ടെന്ന് കരുതി സഭയിൽ പറയുന്നത് നിർത്തിയിട്ടുണ്ട്. രഹസ്യമായി പറഞ്ഞാൽ മതി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ വാക്യങ്ങളെ കാണേണ്ടത്. എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തില് അന്യഭാഷയെക്കുറിച്ചും മറ്റ് വരങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പൗലോസ് കൃത്യമായ ഒരു ഉപദേശ രൂപീകരണം ചെയ്യുക, അന്യഭാഷയെക്കുറിച്ചുള്ള, പ്രവചനത്തെക്കുറിച്ചുള്ള, വരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഉപദേശ രൂപീകരണം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള വരങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക എന്നുള്ളതാണ് മനസ്സിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പൗലോസ് 14-ാം അധ്യായത്തിൽ പറയുന്ന സഭയിൽ മിണ്ടാതിരിക്കട്ടെ, വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്ന സഭ ഏതാണ്? കൊരിന്ത്യ സഭ. എന്നാൽ ആ കൊരിന്ത്യ സഭയുടെ അന്നത്തെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ആ 14-ാം അധ്യായത്തിൽ തന്നെ മുകളിലോട്ടുള്ള ചില വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത്, ഒരാൾ അന്യഭാഷ പറയുകയും
അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ പുതുവിശ്വാസികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഏതാണ്? പുതിയ വിശ്വാസികളുള്ള, നമുക്കറിയാലോ ആദിമസഭ ഇങ്ങനെ വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരാൾ പുതുതായിട്ട് വന്നാലായി. നമുക്കറിയാം നമ്മുടെ സഭകളൊക്കെ പലതും ശോഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പുതിയതായിട്ട് ആളുകൾ വരുന്നില്ല. വന്നാൽ തന്നെ അത് നമ്മുടെ ബന്ധത്തിലോ ചർച്ചക്കാരോ നമ്മുടെ മക്കളോ ഒക്കെ വന്നാലായി, അല്ല പുതുതായിട്ട് ആൾക്കാരും വരുന്നില്ല. പക്ഷെ അന്നത്തെ സഭ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ അവരുടെ കൂടിവരവുകളിലും പുതിയ ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെ വരിക. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആളുകളിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു പകുതി പെർസെന്റേജും പുതിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാർ വരുന്ന, കാരണം അത് തന്നെ പൗലോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ പുതിയ ഒരാൾ ഉണ്ടെങ്കിൽ, പുതിയ വിശ്വാസികൾ ഉണ്ടെങ്കിൽ, അവിശ്വാസി ഉണ്ടെങ്കിൽ, അപ്പൊ അവിശ്വാസികളും പുതുവിശ്വാസികളും അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവം, നല്ലൊരു ശതമാനം. അപ്പൊ കുറെ പേര് അന്യഭാഷ അറിയാവുന്ന, അന്യഭാഷ പ്രാപിച്ച കുറച്ച് പേര് ഈ പുതിയ വിശ്വാസികളെല്ലാം കൂടി ഇരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല. സഭായോഗം തുടങ്ങും മുതൽ അവസാനിക്കുന്ന അന്യഭാഷ പറയാം. കാരണം നമുക്കറിയാലേ അന്യഭാഷ ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു ഇമോഷൻ ഒക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ് ഇതങ്ങ് പറയാനങ്ങ്. കാരണം ഈ നമ്മളൊക്കെ, ഞാൻ അന്യഭാഷ പ്രാപിച്ച അനുഭവത്തെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മ, ഇത് പറഞ്ഞ ഓർമ്മ കാണുമല്ലോ. അപ്പൊ ഈ പ്രാപിച്ച സമയത്തൊക്കെ നമുക്ക് കൂടുതൽ പറയണത് ഭയങ്കര സന്തോഷം. അപ്പം ഈ സന്തോഷത്തിനിടയിൽ ഈ വന്നിരിക്കുന്നവരെയൊക്കെ മറന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, എന്റെ അന്യഭാഷ, എന്റെ സന്തോഷം, എന്റെ ആത്മീയമായ ആ ഒരു സെൽഫ് സെന്റേഡ് ആയി പോവാ. ഇതാണ് വാസ്തവത്തിൽ അന്ന് സഭകളിൽ നടന്നത്. അപ്പൊ പുതുവിശ്വാസികളെ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല, അവർ മറന്നുപോയി. ഇതിനൊരു വ്യത്യാസം കൊണ്ടുവരണം. അപ്പൊ അതിനാണ്, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് എന്നിട്ടാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതോടെ ചേർത്ത് വെച്ച് വായിക്കണം. നിങ്ങളുടെ ഇടയിൽ പുതുവിശ്വാസികളും അന്യഭാഷയെക്കുറിച്ച് ബോധമില്ലാത്തവരും അന്യഭാഷയെക്കുറിച്ച് അറിവില്ലാത്തവരും ഒക്കെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്യഭാഷ പറയരുത്. വ്യാഖ്യാനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിനെ നമ്മൾ ആ വാക്യത്തെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പശ്ചാത്തലത്തെ അടർത്തിയെടുത്തിട്ട് നമ്മളൊരു ഉപദേശമാക്കി. എന്താണ്? വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ പറയേ ചെയ്യരുത്. എന്റെ സഹോദര, ഏത് സാഹചര്യത്തിൽ പറയരുതെന്നാണ് അവിടെ പൗലോസ് പറഞ്ഞ് നമ്മൾ മറന്നുപോയി. പുതുവിശ്വാസികളും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പരസ്യയോഗത്തിന് പോവാ, അവിടെ നിന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പൊതുവിടത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ ഇവിടെ 25 വർഷമായി 30 വർഷമായിട്ട് അന്യഭാഷ എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ വരം എന്താണെന്നും ഒക്കെ അറിവുള്ളവരാണ് 100% ഇരിക്കുന്നെങ്കിൽ അവരുടെ ഇടയിൽ പറയരുതെന്നതിനെ കുറിച്ചും അല്ല ഈ പറയുന്നത്. അത് മാത്രമല്ല, അപ്പൊ കൊരിന്ത സഭയിലൊക്കെ അന്യഭാഷയുടെ അമിത പ്രാധാന്യം ഉണ്ടായിട്ട് മറ്റു ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് അന്യഭാഷ പോകാറുണ്ട്. ഇവിടെ നമ്മളൊരു പാട്ട് പാടി ആ പാട്ടിന്റെ അവസാനം 10 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ് ആയിരിക്കും അന്യഭാഷ പറയുന്നത്. അതുപോലും പൊതുവെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും അന്യഭാഷ പറയുന്നത്? അപ്പൊ അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. അപ്പൊ പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ സഭയിൽ അന്യഭാഷ പറയാം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ സഭയില്, നമ്മുടെ സഭായോഗങ്ങളിൽ ഒരു അവിശ്വാസിയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പുതുതായിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അവനെ കേന്ദ്രീകരിച്ചായിരിക്കണം ആ സ്നേഹിതനും കൂടെ, ആ സഹോദരൻ, ആ സഹോദരിക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് വേണം നമ്മുടെ ആരാധന ക്രമങ്ങൾ പോകാൻ. നമ്മുടെ പ്രശ്നം ഇപ്പം അന്യഭാഷ പൊതുവെ പറയണ്ട. കാരണം എന്താ? ഇവർക്കാർക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ പുതിയ ആൾക്ക് മനസ്സിലാവൂ? നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം കേട്ടാൽ പുതിയ ആൾക്ക് മനസ്സിലാവൂ? എന്തിനേറെ നമ്മുടെ പാട്ടുകളുടെ വരി ഈ പുതിയ ആൾക്കാർക്ക് വല്ല മനസ്സിലാവൂ? അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അന്യഭാഷ പറയണ്ട. കാരണം എന്താ? ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മുടെ പാട്ട് കേട്ടവർ മനസ്സിലാകത്തില്ല. അപ്പൊ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പുതിയ ഒരാൾ നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ പ്രസംഗവും ഇതെല്ലാം മാറണം. ഇങ്ങനെ ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ട, അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അടർത്തിയെടുത്തിട്ട് മാറ്റുക. അപ്പൊ ഒരു വിശ്വാസിയെങ്കിലും ഭൂതമായിട്ടുണ്ടെങ്കിൽ അന്യഭാഷയ്ക്കകത്തൊരു ക്രമം ഉണ്ടാക്കണം. കാരണം ഞാനിത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ കൊരിന്ത്യർ ലേഖനം 14 അവസാന ഭാഗത്തേക്ക് വരും. പൗലോസ് പറയുന്നുണ്ട്, അന്യഭാഷയെ വിലക്കരുത്. വിലക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി രഹസ്യമായി പറയുന്നത് വിലക്കരുതെന്നാണോ ഒരർത്ഥം? അല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ദൈവസഭയിൽ വിലക്കരുത്, എന്നാൽ അതിനൊരു ക്രമം ഉണ്ടായിരിക്കണം. അതിനൊരു ചന്തവും ഉചിതമായിട്ട് ചെയ്യാൻ പറ്റണം. എല്ലാ ശുശ്രൂഷകളും ഉണ്ടാകണം. പുതിയ ആളുകളുണ്ടെങ്കിൽ അന്യഭാഷ കുറയ്ക്കുക. അത് മാത്രമല്ല, പിന്നെ ഒരു ദിവസം പ്രസംഗമില്ല, പാട്ടുമില്ല, ഒന്നുമില്ല, അന്യഭാഷ മാത്രമാണെങ്കിലോ അന്യഭാഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത്, അപ്പൊ സമൂഹത്തിലെ സഭകളിലെ അന്യഭാഷയ്ക്ക് ക്രമം ഉണ്ടാവുകയും
എന്നാൽ രഹസ്യമായി എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അന്യഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് പൗലോസ് വാസ്തവത്തിൽ അവിടെ ഈ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്ന അർത്ഥം അതൊരു പെർമനന്റ് ആയിട്ട് മിണ്ടാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലല്ല, അതൊരു ക്രമത്തിന്റെ ഒരു ഓർഡറിന്റെ ഭാഗമാണെന്ന് മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാവുകയും ഏറ്റവും അവസാന വാക്യത്തിൽ അന്യഭാഷ പറയുന്നതിനെ വിലക്കരുതെന്നും കൂടെ പറയുമ്പോൾ കൃത്യമായി അതിന്റെ ബാലൻസ് ഉണ്ടാകും. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ഈ നേരത്തെ പറഞ്ഞ കാര്യം ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ബൈബിൾ വായിക്കണം. നമ്മളൊരു വ്യക്തിപരമായ ജീവിതത്തിൽ അന്യഭാഷ എത്രത്തോളം നമ്മളെ നമ്മുടെ എല്ലാ നിലയിലും നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ പൊതുവെ പറയണം, എന്നാൽ അതിന് ക്രമം ഉണ്ടായിരിക്കണം. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യമായി സ്വകാര്യ ജീവിതത്തിൽ വാഹനം ഓടിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി അന്യഭാഷ പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് സമൂഹത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രതിഭാസം മാത്രമൊന്നുമല്ല. ഇന്ന് അന്യഭാഷ നിന്നുപോയി, പ്രവചനപരം നിന്നുപോയി, അല്ലെങ്കിൽ മറ്റ് കൃപാവരങ്ങളൊക്കെ നിന്നുപോയി, നിലച്ചുപോയി എന്ന് പറയുന്ന സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുക. പെന്തക്കോസ്ത് സമൂഹം, മോഡേൺ പെന്തക്കോസ്റ്റൽസ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റലിസം വന്നതിന് ശേഷം ഈ ഒരു കാഴ്ചപ്പാട് മറ്റ് സഭകളിലേക്ക് അങ്ങനെയാണ് കെരസ്മാറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം പിന്നെ തേർഡ് വേവ് പെന്തക്കോസ്റ്റലിസം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മറ്റ് സാമുദായിക സഭകളിലേക്കൊക്കെ തന്നെ, മറ്റ് സഭകളിലേക്കൊക്കെ തന്നെ ഇപ്പം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഈ പിന്നെ മറ്റു സഭകളിലൊക്കെ ഉൾപ്പെടുന്ന അതിന്റെ ലീഡേഴ്സ്, ഈവൻ വലിയ ബിബ്ലിക്കൽ സ്കോളേഴ്സ് ഒക്കെ പറയുന്ന അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയും സമുദായവും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ അന്യഭാഷ വ്യക്തിപരമായിട്ട് പറയുന്നവരാ പൊതുവിടങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഈ നിലച്ചുപോയി നിന്നുപോയി എന്ന് പറയുന്നതില്ല. ഒരാളുടെ ആത്മീയ ജീവിതത്തിനെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്നും അതിനെ എംപവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് ഇന്ന് ഒരു വലിയ സമൂഹം വന്നെത്തിയിട്ടുള്ളത്. അത് ആധുനിക പെന്തക്കോസ്തിന്റെ മുന്നേറ്റത്തിന്റെ ഒരു വലിയ റിസൾട്ട് തന്നെ. അതിൽ നമുക്ക് വാസ്തവത്തിൽ അഭിമാനിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നോ ഞാൻ കൂടി ആത്മീകനാണെന്നോ ഒന്നും ചിന്തിക്കാൻ ഇതിനകത്ത് കഴിയില്ല. ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു 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 വരമാണ്. അതിനകത്തോട് ആത്മീയവർദ്ധന എനിക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ആത്മീയതയുടെ അടയാളമായിട്ട് ഇതിനെ എടുക്കുന്നതിനോട് യോജിക്കും. അപ്പം നമ്മൾ ഈ കേൾക്കുന്ന പലരിലും അന്യഭാഷ പ്രാപിക്കാത്തവരുണ്ടാവും. അവരോട് എന്താണ് നമുക്കൊരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അന്യഭാഷ ലഭിച്ചിട്ടില്ല എങ്കിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ ആത്മീയതയ്ക്ക് കുറവൊന്നുമില്ല. നിങ്ങൾ ജെന്യൂനായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കും. കാരണം എന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. കാരണം അന്യഭാഷ എന്നുള്ളത്, കൃപാവരങ്ങൾ എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടം പോലെ തരുന്ന. അപ്പൊ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ ആത്മീയതയ്ക്ക് ഒരു തകരാറുമില്ല. നിങ്ങൾ ആത്മീയതയിൽ അല്പം പോലും കുറവുള്ള ആളല്ല. അങ്ങനെ ജഡ്ജ് ചെയ്യാനും പാടില്ല. അങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന പെന്തക്കോസ്ത് സമൂഹം ഉണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഒരാൾ അന്യഭാഷ പറയുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാളുടെ ആത്മീയതയ്ക്ക് എന്തോ തകരാറുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് പാടില്ല. അപ്പൊ അങ്ങനെ ഒരു ഈവൻ മെന്റൽ ട്രോമ തന്നെ ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ യുവകളുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ എല്ലാവരും പറയുന്നു ഇയാളെ പറയുന്നില്ല, അപ്പൊ ഇയാളെ മാറ്റി നിർത്തപ്പെടുന്നു, മറ്റു ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അത് പാടില്ല. അപ്പൊ ജെന്യൂനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കൂ. കർത്താവിന്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും കുറവുണ്ട് നിങ്ങൾ ഒരു ഇൻഫീരിയർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ. ഇനി ഇതിനെതിരെ മുഖം തിരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഗിഫ്റ്റ് പ്രാപിക്കാൻ കഴിയും. ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ അന്യഭാഷ എന്നുള്ള വരം കൊണ്ടുണ്ടാകുന്ന ആത്മീക വർധന, സന്തോഷം, അത് ആത്മീക വൈകാരികമായ സന്തോഷം, മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിലേക്ക് കൂടെയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഈ വരത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ ഈ വരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.